എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ബൃഹജ്ജാത പദ്ധതി പുലിയൂർ PS പുരുഷോത്തമൻ നമ്പൂതിരി അവരുടെയാണ്. ഇതിലെ കാഹളയോഗവും ഫലവും ഇതിൻ്റെ പ്രമാണം ഇതാണ്. അപ്പം കാഹളയോഗം ഫലിക്കുവാനായിട്ട് അല്ലെങ്കിൽ ഒരു ജാതകത്തിലുണ്ടോ എന്നറിയുവാനായിട്ട് 3 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ലഗ്നാധിപൻ നിൽക്കുന്ന രാശിയുടെ അധിപൻ നിൽക്കുന്ന രാശിയുടെ നാഥനായ ഗ്രഹം തൻ്റെ ഉച്ചത്തിലോ സ്വക്ഷേത്രത്തിലോ കേന്ദ്ര ത്രികോണ ഭാവങ്ങളിൽ നിൽക്കുക. ലഗ്നാധിപൻ ബലവാനായി ഇഷ്ടഭാവങ്ങളിൽ നിൽക്കുകയും 4-ാം ഭാവാധിപനും 9-ാം ഭാവാധിപനും പരസ്പരം കേന്ദ്ര രാശികളായി വരികയും ചെയ്യുക. 4-ാം ഭാവാധിപൻ ഉച്ചത്തിലോ സ്വക്ഷേത്രത്തിലോ നിൽക്കുകയും 10-ാം ഭാവാധിപൻ്റെ യോഗദൃഷ്ട്യാദി ഉണ്ടായിരിക്കുകയും ചെയ്യുക. യോഗമോ ദൃഷ്ടിയോ ഉണ്ടാകുക. ഇത് 3 കാഹളയോഗമാകുന്നു. നമുക്കിനി ഒരു ഉദാഹരണ ജാതകം നോക്കാം. നമ്മളപ്പോൾ നോക്കുന്നത് പോയിൻ്റ് 1 ആണ്. അപ്പോൾ ധനു ലഗ്നമാണ്. ആ ധനു ലഗ്നത്തിൻ്റെ ഇവിടെ പറയുന്ന പോയിൻ്റ് ലഗ്നാധിപൻ നിൽക്കുന്ന രാശിയുടെ അധിപൻ, അത് നമുക്ക് നോക്കാം. ലഗ്നാധിപൻ ആണ് വ്യാഴം. ഈ വ്യാഴത്തിൻ്റെ അധിപൻ, വ്യാഴം നിൽക്കുന്ന രാശിയുടെ അധിപൻ ചൊവ്വ. ഈ രാശിയുടെ അധിപൻ ശനി. അതാണ് ലഗ്നാധിപൻ നിൽക്കുന്ന രാശിയുടെ അധിപൻ നിൽക്കുന്ന രാശിയുടെ നാഥൻ, അതായത് അതും അധിപൻ തന്നെ. ആ ഗ്രഹം തൻ്റെ ഉച്ചത്തിലോ സ്വക്ഷേത്രത്തിലോ കേന്ദ്ര ത്രികോണ ഭാവങ്ങളിലോ നിൽക്കുക എന്നതാണ് നിയമം. അതായത് ഇവിടെ ഞാൻ അടയാളപ്പെടുത്തിയിരിക്കുന്നത് തുലാം രാശി ശനിക്ക് ഉച്ചമാണ്. അതുമല്ലെങ്കിൽ ശനിക്ക് സ്വക്ഷേത്രങ്ങളാണ് മകരവും കുംഭവും. അതുപോലെ തന്നെ സ്വക്ഷേത്രത്തിലോ കേന്ദ്ര ത്രികോണ ഭാവങ്ങളിൽ നിൽക്കുക. കേന്ദ്രഭാവം ഇതാണ് 1, 4, 7, 10. ത്രികോണഭാവം 1, 5, 9 അപ്പോൾ ആ ശനി ഇവിടെ ഉച്ചത്തിൽ നിൽക്കുക, അല്ലെങ്കിൽ ഈ 2 രാശികളിൽ നിൽക്കുക, അല്ലെങ്കിൽ 1, 4, 7, 10 ഭാവങ്ങളിൽ നിൽക്കുക. അതുമല്ലെങ്കിൽ 1, 5, 9 ഭാവങ്ങളിൽ നിന്നാലാണ് ഈ 1ാമത്തെ യോഗം, അതായത് കാഹളയോഗം ഫലിക്കുക എന്ന സാരം. ഇനി 2ാമത്തെ നിയമം നമുക്ക് നോക്കാം. 2ാമത്തെ നിയമമാണ് ലഗ്നാധിപൻ ബലവാനായി ഇഷ്ടഭാവത്തിൽ നിൽക്കുകയും. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇത് ധനുരാശി തന്നെയാണ് ഇരിക്കുന്നത്. ഈ വ്യാഴം ഇഷ്ടഭാവങ്ങളിൽ നിൽക്കുക. അപ്പോൾ നമുക്കിവിടെ അനിഷ്ടഭാവങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 6, 8, 12 ഇവിടെ വരുമ്പോഴത്തേനും അഷ്ടമം വന്നേക്കുന്നത് വ്യാഴം ഉച്ചത്തിലാണ്. പക്ഷെ ഉച്ചത്തിൽ നിൽക്കുന്നതുകൊണ്ട് അവിടെ ദോഷം, വലിയ പാപഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ മറ്റുള്ള കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അവിടെ ദോഷം പറയാവുള്ളൂ. പക്ഷേ യോഗ ഫലങ്ങളിൽ അതിനൊക്കെ മാറ്റം ഉണ്ടാകും. അപ്പോൾ 6, 8, 12 ഭാവങ്ങളിൽ നിൽക്കുക. അതുപോലെ നീചത്തിൽ വരിക. അതുമല്ലെങ്കിൽ ശത്രുക്ഷേത്രം, ശനിയാണ് ശത്രു. അപ്പോൾ മകരകുംഭ രാശികൾ ശത്രുക്ഷേത്രത്തിൽ വരിക. അതുപോലെ തന്നെ ആദ്യത്തിനോട് ചേർന്ന് നിന്ന് മൗഢ്യം സംഭവിക്കുക. ഇത്യാദികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതാണ് അനിഷ്ടസ്ഥാനമാണെന്ന് ചിന്തിക്കാം. അപ്പോൾ ഇത് ഇഷ്ടഭാവങ്ങളിൽ നിൽക്കുകയും ഈ ഭാവങ്ങളിലൊഴിച്ച് ബാക്കി എവിടെയെങ്കിലും നിൽക്കുകയും 4-ാം ഭാവാധിപനും 9-ാം ഭാവാധിപനും പരസ്പരം കേന്ദ്ര രാശികളായി വരികയും ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ 4-ാം ഭാവം, ലഗ്നാൽ 4-ാം ഭാവം ഇതാണ് മീനൻ രാശിയാണ്. അതുപോലെ തന്നെ 9-ാം ഭാവം 9-ാം ഭാവം നമ്മുടെ ചിങ്ങൻ രാശിയാണ്. അപ്പോൾ ഈ ചിങ്ങൻ രാശി ആദ്യത്തെ നിൽക്കുന്ന രാശിയുടെ പരസ്പരം കേന്ദ്ര രാശികളിൽ വരണം. നമ്മൾ ആദ്യത്തെ നിയമത്തിൽ കണ്ടു കേന്ദ്ര രാശികൾ, അത് കേന്ദ്രഭാവം അല്ല കേന്ദ്ര രാശികൾ ഏതൊക്കെയാണെന്ന് കണ്ടു. ഇപ്പോൾ ഇവിടെ ആദിത്യൻ ഇവിടെ കന്നി രാശി നിൽക്കുകയെന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോൾ തന്നെ ഈ യോഗം ഫലിക്കും. അതുമല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന ആദിത്യൻ, കന്നിയിൽ നിൽക്കുന്ന ആദിത്യൻ്റെ 4-ാം ഭാവത്തിൽ വ്യാഴം വരിക, അല്ലെങ്കിൽ 7-ാം ഭാവത്തിൽ വരിക. അതുമല്ലെങ്കിൽ 8, 9, 10-ാം ഭാവത്തിൽ വ്യാഴം വരിക. ഇങ്ങനെ വന്നാലാണ് ഈ കാഹളയോഗം 2ാമത്തെ പോയിന്റിൽ സംഭവിക്കുക.
ഇനി കാഹളയോഗം മൂന്നാമത്തെ പോയിന്റിൽ നമുക്ക് നോക്കാം. 4-ാം ഭാവാധിപൻ ഉച്ചത്തിലോ സ്വക്ഷേത്രത്തിലോ നിൽക്കുകയും 10-ാം ഭാവാധിപൻ്റെ യോഗമോ ദൃഷ്ടി ഉണ്ടായിരിക്കുകയും ചെയ്യുക. അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പോയിൻ്റാണ്. നമുക്ക് 4-ാം ഭാവാധിപൻ ഇവിടെയും വ്യാഴം തന്നെയാണ്. ലഗ്നം നമ്മൾ ഒരു ജാതകമായിട്ടാണ് ഇത് മൂന്നും എടുത്തേക്കുന്നത്. ലഗ്നത്തിൻ്റെ 4-ാം ഭാവം ഇതാണ്. 4-ാം ഭാവാധിപനാണ് വ്യാഴം. സ്വക്ഷേത്രത്തിൽ നിൽക്കുക, അപ്പം ധനു മീനൻ രാശികളിൽ നിൽക്കുക, ഉച്ചം കർക്കിടകൻ രാശി നിൽക്കുക, ഇത്യാദി 3 ഫലങ്ങൾ വന്നാലാണ് ഈ മൂന്നാമത്തെ പോയിന്റ് ഫലിക്കുക. പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്നാമത്തെ പോയിന്റ് ഫലിക്കണമെന്നുണ്ടെങ്കിൽ എത്ര വർഷം കാത്തിരിക്കണം? ഇപ്പം നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന സമയത്ത് കർക്കിടകൻ രാശിയിലാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഈ കർക്കിടകൻ രാശിക്ക് ലഗ്നം ഇപ്പോൾ അത് ഫലിക്കാം കേട്ടോ. പക്ഷേ അത് നേരെ തിരിഞ്ഞ് വരുന്ന സമയത്തൊക്കെ ആണെങ്കിൽ സ്വക്ഷേത്രത്തിൽ വരണമെങ്കിൽ എത്രയോ കൊല്ലം കാത്തിരിക്കണം ഈ യോഗം വരണമെന്നുണ്ടെങ്കിൽ. ഈ വ്യാഴം ഒരു വർഷമാണ് രാശിയിൽ നിൽക്കുന്നത്. മറ്റുള്ള ഗ്രഹങ്ങൾക്ക് ചിലപ്പോൾ അതിന് മാറ്റമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ 3 പോയിൻറ്റും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള ജാതകപരമായിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അതുപോലെ തന്നെ വിഷയം പഠിക്കാനുണ്ടെങ്കിൽ എനിക്ക് വാട്സാപ്പ് ചെയ്യുക. വളരെ ലളിതമായ രീതിയിൽ ഒറ്റ വീഡിയോ ക്ലാസ് കണ്ടിട്ട് നമുക്ക് പ്രശ്നം പഠിക്കാൻ കഴിയുന്നതാണ്. നമസ്തേ.